ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളുടെ ലെഗ് ഡേ ആയിരുന്നു. 280 കെജീസോളം ലെഗ് പ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ആദ്യം ചെയ്തത്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പിന്നീട് അതിനുള്ള ശേഷിയില്ലായിരുന്നു എടുക്കാൻ. പിന്നെ ഹാക്ക് സ്കോട്ട് ഞങ്ങൾ ചെയ്തപ്പോൾ ഡ്രോപ്പ് സെറ്റ് ആയിരുന്നു ചെയ്തത്. അജുവിനാണെങ്കിൽ പിടിച്ചിതാക്കുകയാണ്. ഞാനും ഷാഫിയും അജോമിലും കൂടാണ് ഇന്ന് വർക്കൗട്ട് ചെയ്തത്. സുനിയറേട്ടൻ ഇന്ന് മുങ്ങി. ഇന്നലെ ലെഗ് ഡേ ആണെന്ന് അറിഞ്ഞപ്പോഴേ പുള്ളി മുങ്ങിയതാണ്. പിന്നെ ഇന്ന് ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആക്കി കളഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ലെഗിന് കൊടുത്തേ. ഇതിൻ്റെ ഇടയ്ക്കൂടെ ലഞ്ചസും എക്സ്റ്റൻഷനും ഒക്കെ ചെയ്തു കേട്ടോ. പിന്നെ വെളിയിലിറങ്ങിയപ്പോഴത്തേക്കും ഇതാ പിഴിഞ്ഞെടുക്കാവുന്ന അവസ്ഥയായിരുന്നു തുണിയൊക്കെ. ഞാൻ വീട്ടിൽ വന്നിട്ട് നേരെ നമ്മുടെ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ 2 ഗോതമ്പ് ദോശ, സാമ്പാർ, പിന്നെ എഗ്സൊക്കെ ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. പിന്നെ മാളുവിനെ കൊണ്ട് കല്യാണ ബിരിയാണിയുടെ വീഡിയോ എടുക്കാനായിട്ട് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടോട്ട് നേരെ പോയി. അവിടെ 1, 2 പേര് വന്നവരൊക്കെ മാളുവിൻ്റെ വീഡിയോസ് നേരത്തെ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി കേട്ടോ. നമ്മൾ തുടങ്ങിയിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. എന്നിട്ടൊരു വാട്ടർമെലൻ്റെ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. എന്നിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മ ചിക്കനും മീനും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ നമ്മുടെ ചോറും മീനും ചീരത്തോരനും ഒക്കെ ആയിട്ട് കഴിച്ചു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ സാരിയൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുന്നു. രണ്ടാംകുറ്റി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു. പഴംപൊരിയും ബീഫൊക്കെ കഴിച്ചു കേട്ടോ നമ്മൾ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ അവിടെ ഒരു പുഞ്ചയുണ്ട്. അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞു. സാരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഉടനെ ഫോട്ടോ എടുക്കണം. തെങ്ങിൻ്റെ ഓലയിൽ ഇങ്ങനെ കിളികൾ ഒരുപാട് കൂടുകളൊക്കെ കൂട്ടിയിട്ടേക്കുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് മീലായിട്ട് ചിക്കനും ചോറും ചീരത്തോരനും ഒക്കെ ആയിട്ട് പിന്നെയും കഴിച്ചേ. എന്നിട്ട് ഞാൻ സുനിയറേട്ടൻ്റെ അവിടെ പോയായിരുന്നു. അവിടെ പോയിരുന്ന് കുറച്ച് സമയം സംസാരിച്ചു. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. നോമ്പ് മുറിക്കാൻ അവിടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് കഴിക്കാത്ത കാരണം പപ്പായൊക്കെ ചെയ്ത് തന്നു. ഞാൻ പിന്നെ അതൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു കേട്ടോ. പിന്നെ രാത്രി വരെ അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഓംപ്ലേറ്റും ചിക്കനും ഒക്കെ കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തെടുത്തു കേട്ടോ. തിരിച്ചിട്ടപ്പോഴത്തേക്കും ഓംപ്ലേറ്റിൻ്റെ കോലമൊക്കെ മാറിപ്പോയി. പിന്നെ ബ്രെഡും ഒക്കെ ആയിട്ട് അത് കഴിച്ചു. പിന്നെ ഒരുപാട് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് എഡിറ്റൊക്കെ ചെയ്തിട്ട് കയറി കിടന്നുറങ്ങി. ബൈ ബൈ.